ഹായ്, വെൽക്കം ടു ദിവസ് ടിപ്സ്. ഞാൻ ദിവ്യ. അപ്പൊ ഞാൻ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിന്റെ മെയിൻ എന്ന് പറയുന്നത് ഇതൊരു ഫേസ് പാക്കാണ്. നമ്മുടെ ഫേസിലും കഴുത്തിലും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിട്ട് ബ്രൈറ്റൻ ആവും. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ കഴുത്തിന് ചുറ്റും ഇടാൻ പറ്റിയ ഒരു പാക്കാണ്. മിക്ക ആൾക്കാർ ഫേസ് ചെയ്യുന്ന പ്രശ്നമായിരിക്കും കഴുത്തിന് ചുറ്റുമുള്ള കറുത്ത പാട്. അതെല്ലാം മാറി കഴുത്ത് നല്ല അടിപൊളിയായിട്ട് ഇരിക്കാൻ, നമ്മുടെ ഫേസ് പോലെ തന്നെ കഴുത്തും നന്നായിട്ട് ഗ്ലോ ആവാനുള്ള ഒരു പായ്ക്കുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. മെയിൻ ആയിട്ട് ഇന്നത്തെ പായ്ക്കിന്റെ ഉദ്ദേശം അതാ. പിന്നെ എനിക്ക് നിങ്ങളോട് മെയിനായിട്ട് പറയാനുള്ള കാര്യം, നമ്മളിപ്പോൾ ഒരു പായ്ക്ക് ഇട്ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് നല്ല റിസൾട്ട് കിട്ടും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഏതൊരു പായ്ക്ക് ഇട്ടാലും മിക്ക നല്ല പായ്ക്കുകളും നല്ല പായ്ക്കുകളായിരിക്കും, അപ്പം നല്ല റിസൾട്ട് ആയിരിക്കും. പക്ഷേ നമ്മളത് ആ റിസൾട്ട് ഫെയ്ഡ് ആവാൻ നമ്മളായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. മീൻസ് നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്കുകളുണ്ട്. നമ്മൾ വെയിലത്ത് പോകുമ്പം സൺസ്ക്രീൻ ഉപയോഗിക്കാതിരിക്കുക. ഇപ്പോഴും പല ആൾക്കാരും സൺസ്ക്രീൻ യൂസ് ചെയ്യാത്തവരാ. പക്ഷെ നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്തിരിക്കണം. എല്ലാ ആളുകളും നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു ഐറ്റമാണ് ഒരു മോയ്സ്ചറൈസറും ഒരു സൺസ്ക്രീനും. വലിയ പൈസയോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ സാധാ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ പല കമ്പനിയുടെയും നല്ല ബ്രാൻഡിന്റെ സൺസ്ക്രീൻ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ. മസ്റ്റായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്തിരിക്കണം. പിന്നെ നമ്മൾ വെയിലത്ത് പോകുന്ന സമയത്ത് മസ്റ്റായിട്ടും ഒരു 50 SPF എങ്കിലും ഉള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് അത്ര എഫക്റ്റീവ് ആവത്തില്ല. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോഴും കഴിവതും ഒരു 30 SPF ഒക്കെ ഉള്ള സൺസ്ക്രീൻ വരെ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അത്രയും നല്ലതായിരിക്കും. കാരണം നമ്മൾ വീട്ടിൽ നമ്മൾ ഫോൺ യൂസ് ചെയ്യുമ്പോൾ അതിൽ നിന്നുള്ള റേഡിയേഷൻ, അതേപോലെ നമ്മുടെ ലൈറ്റ്, പിന്നെ ലാപ്ടോപ്പ്, TV, അതിൽ നിന്നൊക്കെ ചെറിയ രീതിയിലുള്ള റേഡിയേഷൻസ് ഉണ്ടാവും. അതെല്ലാം നമ്മളുടെ ഫേസിലോട്ട് വരുമ്പോൾ അതെല്ലാം നമ്മുടെ ഫേസിനെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് വീട്ടിൽ നിൽക്കുമ്പോഴും, പക്ഷെ ഒത്തിരി SPF ഉള്ള മീൻസ് 50+ ഒന്നും വേണ്ട, പക്ഷെ ഒരു 30 ഒക്കെ ഉള്ള, അല്ലെങ്കിൽ പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ SPF അടങ്ങിയ മോയ്സ്ചറൈസറാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇഫക്റ്റീവ് ആയിരിക്കും. ഇപ്പം ഞാനാണെങ്കിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ്. അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഗാർണിയറിന്റെ SPF 40 ഉള്ള ക്രീമാണ് യൂസ് ചെയ്യുന്നത്, മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അതിനകത്ത് ഓൾറെഡി SPF 40 ഉള്ളതുകൊണ്ട് എനിക്ക് പിന്നെ ആഡ് ഓൺ ചെയ്യേണ്ട. പിന്നെ ഞാൻ വെയിലത്ത് പോകുമ്പോൾ ഞാൻ പിന്നെ ഏതെങ്കിലും ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യാറുണ്ട്, ഇതിന്റെ കൂടെ യൂസ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഈ ഒരു ക്രീം മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. അത് ഞാൻ മടി കാരണം. അപ്പം എന്നെപ്പോലെ മടിയുള്ളവർക്ക് അങ്ങനെ ചെയ്താൽ മതി. നിങ്ങൾ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ഏതെങ്കിലും SPF കൂടെ അടങ്ങിയിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചോണേ. അല്ലെങ്കിൽ നമ്മൾ എത്ര പായ്ക്ക് ഇട്ടിട്ട് ഒരു കാര്യമില്ല. പിന്നെ എപ്പോഴും ഞാൻ പറയുന്നത്, പായ്ക്കുകൾ നമ്മൾ കഴിവതും വൈകിട്ട് അല്ലെങ്കിൽ രാത്രിയിൽ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരിക്കലും പായ്ക്ക് ഇട്ടിട്ട് ഡയറക്റ്റ് സൺലൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മുടെ ഷെയ്ഡ് ഡാർക്ക് ആകും. അതുകൂടെ ഒന്ന് ശ്രദ്ധിച്ചോണേ. അപ്പം ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മുഖം നല്ല ബ്രൈറ്റ് ആവാനും ഗ്ലോ ആവാനും ഒക്കെ നല്ലതായിരിക്കും. നല്ലതായിട്ട് നമ്മുടെ സ്കിൻ കെയറിന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത്യാവശ്യമാണ്. അപ്പം നമുക്ക് പായ്ക്കുണ്ടാക്കാം. ആദ്യം ഞാൻ എടുത്തേക്കുന്നത് തക്കാളിയുടെ ജ്യൂസാണ്. തക്കാളിയുടെ ജ്യൂസ് പിഴിഞ്ഞെടുത്തതാണ്, 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പാലാണ്. 1 ടീസ്പൂൺ പാലൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ നമ്മൾ മിക്സ് ചെയ്യുന്ന ഇതാണ്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിത് മാറ്റി വെക്കാം. അടുത്ത പായ്ക്കിന് വേണ്ടി വേണ്ടത് 1.5 ടേബിൾ സ്പൂൺ തക്കാളിയുടെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുക്കണം. പിന്നെ 1 ടീസ്പൂൺ തേനൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ലപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് മുഖത്തും കഴുത്തിലും ഒക്കെ തേച്ച് പിടിപ്പിക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതാണ് ഫേസിൻ്റെ അവസ്ഥ. അപ്പോൾ ആദ്യം നമ്മൾ ഉണ്ടാക്കി വെച്ച ക്ലെൻസർ ഉണ്ടല്ലോ, തക്കാളിയുടെ ജ്യൂസും പാലും കൂടെ ഉള്ളത്, അത് നമ്മൾക്ക് മുഖത്തൊരു ടിഷ്യൂവോ കോട്ടൺ പാഡോ എന്താ നിങ്ങൾക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് തേച്ച് പിടിപ്പിക്കും. ഈ പായ്ക്ക് ഞാൻ കഴുത്തിന് ചുറ്റും തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. പായ്ക്കല്ല, ഈ ക്ലെൻസർ നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് ഒരു 2-3 മിനിറ്റ് വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ടിഷ്യൂ വെച്ചിട്ട് ഇത് വൈപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു വെറ്റ് വൈപ്പാണ്. നിങ്ങൾക്ക് തുണി നനച്ച് ഇട്ടിട്ട് തുടച്ചാലും മതി. അപ്പോൾ നല്ല റിസൾട്ടാണ്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ ആ ഒരു ഡിഫറൻസ്. ഞാൻ അതേ ലൈറ്റോ ഒന്നും മാറ്റിയിട്ടില്ല, ജസ്റ്റ് നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് മാറ്റുവാണ്. നന്നായിട്ട് വൈപ്പ് ചെയ്യുക, അല്ലാതെ കഴുകുന്നോ ഫേസ് വാഷ് ഉപയോഗിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പം നമ്മൾ കഴുത്തിന് ചുറ്റും ഉള്ളതും എല്ലാം നമ്മൾ തേച്ച് പിടിപ്പിച്ച ആ ഒരു മിക്സ് വൈപ്പ് ചെയ്ത് കളയുവാണ്. ഇനി നമുക്ക് അപ്പം ഞാൻ നല്ലോണം തേച്ച് പിടിപ്പിച്ചു. അപ്പം മുഖം നല്ലതായിട്ട് ബ്രൈറ്റൻ ആയില്ലേ. ഇനി നമുക്ക് ഉണ്ടാക്കി വെച്ചേക്കുന്ന പായ്ക്ക് അത് നമുക്ക് തേച്ച് പിടിപ്പിക്കാം.
അപ്പോൾ നല്ല തിക്കായിട്ട് തന്നെ അത്യാവശ്യം ഞാൻ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. കണ്ണിനടിയിലും ഒക്കെ നല്ലപോലെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ നമ്മൾ ഈ പായൊക്കെ ഇടുമ്പോൾ നമ്മുടെ മുഖത്ത് ചിലപ്പം എവിടെയെങ്കിലുമൊക്കെ ഡാർക്കായിട്ട് ഇരിപ്പുണ്ടാകും, ടാനൊക്കെ അടിച്ചിട്ടുള്ള ഇഷ്യൂസും ഒക്കെ ഉണ്ടെങ്കിൽ ആ പോർഷനിൽ നല്ല തിക്കായിട്ട് കുറച്ചുകൂടി തിക്കായിട്ട് ഇടുവാണെങ്കിൽ നല്ല ഇഫക്റ്റ് ആയിരിക്കും. പിന്നെ ഞാൻ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ കഴുത്തിൽ മാത്രമല്ല കഴുത്തിന് ചുറ്റും എനിക്ക് മാല ഇട്ട് ആ പോർഷനിൽ നന്നായിട്ട് കറുത്ത ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു പോർഷനൊക്കെ നന്നായിട്ട് ഡാർക്കായിട്ട് തന്നെ ഇടുന്നുണ്ട്, കുറച്ച് തിക്കായിട്ട് തന്നെ ഇടുന്നുണ്ട്. അപ്പം ഞാൻ അതൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഈ പായ്ക്ക് തേച്ച് ഒരു 10 മിനിറ്റ് ഞാനിങ്ങനെ ഫേസിൽ വെക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകുന്നുണ്ട്. അപ്പോൾ ഇതാട്ടോ എനിക്ക് കിട്ടിയ റിസൾട്ട്. അടിപൊളി റിസൾട്ട് അല്ലേ? സ്കിൻ നല്ലപോലെ ബ്രൈറ്റ് ആയിട്ടുണ്ട്. അതേപോലെ ഫേസ് മാത്രമല്ല, ഞാൻ കഴുത്തിൽ ഈ ഒരു പോർഷൻ വരെ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടല്ലോ. ഈ ഇവിടെ ഉള്ള കറുപ്പും ഒക്കെ മാറി. ഇത് 1 ടൈം യൂസ് ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ടാണ്. പൊളിയല്ലേ? ഭയങ്കര ഡിഫറൻസ് ആണ്. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു പായ്ക്കുമായിട്ടായിരുന്നു വന്നേക്കുന്നത്. മുഖം തിളങ്ങാനും മുഖത്ത് നമ്മൾ കൂടുതലും നമ്മളുടെ ഫേസൊക്കെ കെയർ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ പലരും പ്രത്യേകിച്ച് കഴുത്തിന് ചുറ്റും ഒക്കെ പായ്ക്കിടുന്നത് ഭയങ്കര റെയറായിരിക്കും. ഇപ്പം ഞാനാണെങ്കിൽ ഈ ഒരു പോർഷനിൽ ഇടും എന്നല്ലാതെ ബാക്കിലോട്ടോ ഒന്നും ഇടാറില്ല. പക്ഷെ അടിപൊളിയാണ്. ഇത് 1 ടൈം യൂസ് ചെയ്യുമ്പോൾ തന്നെ അടിപൊളി റിസൾട്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മുഖം നല്ലതായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട്. മുഖം മാത്രമല്ല കഴുത്തും നന്നായിട്ട് ബ്രൈറ്റൻ ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.